ശിരൂരിലെ ഞാൻ കാണാത്ത, ഞാൻ അറിയാത്ത അർജുൻ എന്ന് പറയുന്ന ഒരു അനുജന് വേണ്ടി അത്രയും ദിവസം അവിടെ ആ ഒരു ബോഡി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മഞ്ചേശ്വരം മണ്ഡലമാണ്, എൻ്റെ മഞ്ചേശ്വരത്തെ ജനങ്ങളാണ്. അതാണ് യഥാർത്ഥ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി. അതായത് CPM-ന്റെ വോട്ടുകൾ വേണോ UDF-ന് മഞ്ചേശ്വരത്ത് വിജയിക്കാൻ? ആരുടെ വോട്ടും വേണ്ട എന്നൊന്നും പറയുന്നില്ല. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. നിലവിൽ MLA ആയിട്ടുള്ള AK അഷ്റഫ് തന്നെ മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഔദ്യോഗികമായി ഇവിടെ ആരംഭിക്കുകയാണ്. ശക്തമായ പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം നടക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ്. പല ഘടകങ്ങൾ കൊണ്ടത് ശ്രദ്ധേയമാവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ഇത്തവണ 5 വർഷം കഴിയുമ്പോൾ എന്താണ് പ്രതീക്ഷ? വീണ്ടും ഒരവസരം പാർട്ടിയും മുന്നണിയും എനിക്ക് നൽകിയിരിക്കുകയാണ്. സർവശക്തന് സ്തുതി. മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് നന്ദി. തീർച്ചയായും മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2021 മഞ്ചേശ്വരത്ത് ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലാവസ്ഥ. എനിക്ക് പാർട്ടിയും മുന്നണിയും മഞ്ചേശ്വരത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകിയത് 5 വർഷം കൊണ്ട് മഞ്ചേശ്വരത്തെ ജനങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെടാനും ഒരു പ്രതിപക്ഷ MLA എന്ന നിലയ്ക്ക് മികച്ച അത്യുത്തര കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് നല്ല വികസനം കൊണ്ടുവരാനും കഴിഞ്ഞ കാലയളവാണ് കടന്നുപോയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം, അതിന് തൊട്ടും 2016 ഭൂരിപക്ഷം കേരളീയർക്കറിയാം. 89,745 എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മാർജിൻ. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. ഒരുപാട് മാറ്റം മഞ്ചേശ്വരത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്ത് UDF-ൻ്റെ കയ്യിൽ വന്ന ഒരു കാലം. 4 ജില്ലാ പഞ്ചായത്ത് ഞങ്ങളുടെ കയ്യിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മൃഗീയ ഭൂരിപക്ഷത്തിൽ UDF-ആണ് ഭരിക്കുന്നത്. 2001 മഞ്ചേശ്വരത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം. 2001 ഭൂരിപക്ഷം മറികടക്കുന്ന റിസൾട്ട് മഞ്ചേശ്വരത്ത് ഐക്യജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സംസ്ഥാനം തന്നെ ഉറ്റുനോക്കപ്പെടുന്ന ഒരു മത്സരം നടക്കുന്നു. ഇത്തവണയും BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെയാണ് BJP-യുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം മണ്ഡലത്തിൽ ഇതിനകം തന്നെ സജീവമാവുകയും ചെയ്തു. എന്തായിരിക്കും അതിനെ പ്രതിരോധം? ഈ K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ UDF LDF ഡീലാണ് എന്നതാണ്. അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്ന് ഇപ്രാവശ്യവും പരാജയപ്പെടുത്താനുള്ള ശ്രമമാണെന്നൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് എന്താണ് അതിൽ ഒരു മറുപടി നൽകാൻ? സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് 2011, 2016, 2021 3 തോൽവികളാണ് മഞ്ചേശ്വരത്ത് ഏറ്റുവാങ്ങിയത്. എപ്പോഴും ജയിക്കുമ്പോൾ പറയും മഞ്ചേശ്വരത്ത് LDF UDF-ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊക്കെ ഉള്ളത് ഒരു പൊളിറ്റിക്കൽ ആരോപണമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2021 സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ കർണാടക ഭരിക്കുന്നത് BJP ആയിരുന്നു. ഈ മണ്ഡലത്തെ സമ്പൂർണ്ണമായി ഫിനാൻഷ്യലായി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തത് കർണാടകത്തിലെ ഗവൺമെൻറ്റും അവിടുത്തെ BJP നേതൃത്വമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. കർണാടക ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിലുമുണ്ട്, മഞ്ചേശ്വരത്തുമുണ്ട്. ഞങ്ങൾ ആരെയും ചെറുതായി കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ടീം UDF-ൻ്റെ വർക്കോട് കൂടി ഞങ്ങൾ നേരത്തെ 6 മാസം മുമ്പേ ഞങ്ങളിത് ആരംഭിച്ചിട്ടുണ്ട്. SIR വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരുടെ മുമ്പിൽ ജാഗ്രത പുലർത്താനൊരു ആഹ്വാനം ചെയ്തപ്പോൾ മഞ്ചേശ്വരത്താണ് കേരളത്തിൽ ഇത് വരുമ്പോൾ ഞങ്ങൾ UDF-ൻ്റെ ഓരോ ബൂത്ത് കമ്മിറ്റികൾ ജാഗ്രത പുലർത്തിയത്. SIR-ഉം വോട്ട് ചേർക്കലും തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ ടീം UDF-ൻ്റെ ഒരു വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആരോപണം LDF UDF അന്തർധാര എന്നൊക്കെ പറയുമ്പോൾ മഞ്ചേശ്വരത്തെ 8 പഞ്ചായത്തിൽ എവിടെയാണ് അന്തർധാര? ഇടപെട്ട് വെച്ചോട്ടെ. അതായത് CPM-ന്റെ വോട്ടുകൾ വേണോ UDF-ന് മഞ്ചേശ്വരത്ത് വിജയിക്കാൻ? ആരുടെ വോട്ടും വേണ്ട എന്നൊന്നും പറയുന്നില്ല. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്തെ ജനങ്ങൾക്കറിയാം. മഞ്ചേശ്വരത്തെ ഈ മണ്ഡലത്തെ ശ്രദ്ധേയമായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാക്കി മാറ്റുന്നത് BJP-ക്കെതിരെ മതേതര പോരാട്ടം നടക്കുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. മഞ്ചേശ്വരത്തിൻ്റെ മതേതര പാരമ്പര്യം തുടരും. ഒരിക്കലും മഞ്ചേശ്വരത്ത് വർഗീയ ശക്തികൾക്ക് വിജയിക്കാൻ കഴിയില്ല. മറ്റൊരു രാഷ്ട്രീയ ആരോപണം, ഇവിടെ STP-യുടെ വോട്ടുകൾ അത് പരസ്യമായി അതിനെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ പോലും രഹസ്യമായി STP-യുടെ വോട്ടുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണം സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.
അത്തരത്തിൽ എന്തെങ്കിലും അത്തരം ആരോപണങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി? സുരേന്ദ്രൻ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സുരേന്ദ്രൻ്റെ ആരോപണത്തിനുള്ള മറുപടി ഒന്നൊന്നുമല്ല. മഞ്ചേശ്വരത്ത് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണി ഞങ്ങൾ ശക്തമായി എല്ലാവരുമായി പോരാട്ടം നടത്തിയിട്ടാണ് പല സീറ്റുകളും ജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആരുടെയും വർഗീയത എതിർക്കുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അഭ്യർത്ഥന. എന്തായാലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം തന്നെ അന്തരീക്ഷത്തിലും നല്ല ചൂടാണ്. ഇനിയിപ്പോൾ ഒരു മാസക്കാലം ഈ ചൂട് കൂടി അതിജീവിക്കേണ്ടതുണ്ട്. എങ്ങനെ അതിനെ കൂടി അതിജീവിക്കും? തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഇതൊന്നും പിന്നെ പുത്തരിയല്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല ചൂടിലാണ്. ഏപ്രിൽ 6-നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ. ഈ പ്രാവശ്യം 3 ദിവസം ഏപ്രിൽ 9-നാണ്. ഞാനൊക്കെ ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി എന്നല്ല. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നെ നിങ്ങൾ മഞ്ചേശ്വരത്തിൻ്റെ എല്ലാ സമരമുഖത്തും ചൂടിലും മഴയത്തും വെയിലത്തൊക്കെ ഞാനുണ്ട്. മഞ്ചേശ്വരക്കാർ എന്നെ ഇപ്പോൾ കാണുമ്പോൾ ഏറ്റവും ഓർമ്മ എന്ന് പറയുന്നത് അന്യായമായി കേന്ദ്രം ഭരിക്കുന്ന BJP കൊണ്ടുവന്ന ടോള് റദ്ദ് ചെയ്ത MLA എന്നാണ് എന്നെ എല്ലാവരും ഏത് സമയത്തും തിരിച്ചറിയുന്നത്. മഞ്ചേശ്വരത്തെ ജനങ്ങൾ ഈ പ്രാവശ്യം എന്തായാലും ഈ 5 വർഷം എന്നെ നേരിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എന്നെ വിലയിരുത്തേണ്ടത്. അത്യുജ്വല ഭൂരിപക്ഷം മഞ്ചേശ്വരത്തെ ജനങ്ങൾ BJPക്കെതിരെ മതേതര മഞ്ചേശ്വരം രേഖപ്പെടുത്തും. ഷിരൂരിലെ അർജുൻ അവിടെ മണ്ണിനടിയിൽപ്പെട്ട് ആ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ MLAയുടെ ഇടപെടൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ നിലയിൽ കൂടിയുള്ള അത്തരം ചർച്ചകൾ കൂടി ഉണ്ടാവുന്നുണ്ട്, ജനകീയമായിട്ടുള്ള ഇടപെടൽ എന്ന രൂപത്തിലൊക്കെ. അതൊക്കെ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു? തീർച്ചയായും ഷിരൂർ ഓരോ കേരളീയൻ്റെയും മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയാത്തൊരു സംഭവമായിരുന്നു. എൻ്റെയൊക്കെ പൊതുജീവിതത്തിൽ മഞ്ചേശ്വരത്തിൻ്റെ MLA ആയി ഒരു മഞ്ചേശ്വരക്കാരൻ നിലക്ക് 45 ദിവസക്കാലം ഷിരൂരിൽ അന്ന് അരുണൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായി പ്രിയപ്പെട്ട അനുജൻ അർജുൻ്റെ ബോഡി കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ടീമായി പരിശ്രമിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് പോലും മഞ്ചേശ്വരക്കാരോട് പറയുന്ന ഒറ്റ കാര്യം, ഷിരൂരിലെ ഞാൻ കാണാത്ത ഞാൻ അറിയാത്ത അർജുൻ എന്ന് പറയുന്ന ഒരു അനുജന് വേണ്ടി അത്രയും ദിവസം അവിടെ ആ ഒരു ബോഡി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മഞ്ചേശ്വരം മണ്ഡലമാണ്, എൻ്റെ മഞ്ചേശ്വരത്തെ ജനങ്ങളാണ്. അതാണ് യഥാർത്ഥ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി. ഒരു പ്രഡിക്ഷനിലേക്ക് പോകുന്നുണ്ടോ ഭൂരിപക്ഷം ഈ ഘട്ടത്തിൽ? ഭൂരിപക്ഷം ഒന്നും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചേശ്വരം ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി UDF ജയിക്കും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള AK മഷറഫ് ഉള്ളത്. ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.